അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ലേയിലെ ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ അങ്ങനെ ലേയിൽ നിന്നും നേരെ മണാലിക്ക് പോവാണ്. ഇന്ന് രാത്രി തന്നെ ഇറങ്ങിയിരിക്കണം. അതായത് നാളെയോടുകൂടി ഇവിടെ സ്നോഫോൾ ആയിരിക്കും ഫുള്ള്. എല്ലാ സ്ഥലങ്ങളിലും സ്നോഫോൾ വീണ് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ മണാലിയും പൂട്ടും, അതുപോലെ സോജിലയും പൂട്ടും. പക്ഷെ സോജില തുറക്കാൻ സാധ്യതയുണ്ട്. മണാലി പിന്നെ തുറക്കലൊക്കെ കണക്കായിരിക്കും അല്ലേ ഗൈസ് നോക്കൂ. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് ഹായ് ഗൈസ് നോക്കൂ, വണ്ടിയിൽ എണ്ണ അടിക്കുവാണ്. ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഡീസൽ അടിക്കണം. അതിനുശേഷം ഇനി പോകുന്ന റൂട്ടിനകത്തൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കിട്ടില്ല, ഇവിടെ വിട്ടില്ല. അപ്പൊ നമ്മുടെ അടുത്ത് 100 ലിറ്റർ സ്റ്റോക്ക് ഉണ്ട്. ഇനി ജനറേറ്ററും കൂടെ അടിക്കുക മതി, എന്തെങ്കിലും അത്യാവശ്യത്തെ എന്തെങ്കിലും യൂസ് ചെയ്യണല്ലേ അല്ലേ. ഇത് അതും കൂടി ആകുമ്പോഴത്തേന് ഏകദേശം നോക്കൂ. എനിക്ക് തോന്നുന്നില്ല വലിയ എണ്ണ കയറും എന്നുള്ളത്. കാരണം 10-24 അല്ല 25 ലിറ്റർ എണ്ണ കയറത്തുള്ളൂ. കാരണം ഞങ്ങള് അപ്പുറത്തുനിന്ന് അടിച്ചിട്ടാ വന്നത്. टॉर्च मेरे पास नहीं है. अच्छा और डालो थोड़ा नीचे डालने के लिए प्रॉब्लम नहीं है, थोड़ा नीचे डालने के लिए प्रॉब्लम नहीं है. और गाइस നോക്കൂ, അതായത് ഇന്ന് 8 മണിക്ക് മുമ്പെങ്കിലും നമുക്ക് വണ്ടി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മണാലി റോഡിലേക്ക് അങ്ങ് കയറി പോകാൻ പറ്റുള്ളൂ. നാളെ ഉച്ചയോടുകൂടി സ്നോഫോള് പോകുന്ന പാസുകളിൽ വീഴും. ആ പാസിന്റെ പേര് ചങ്കില പാസ്. അവിടെ ഒരു പാസ് ഉണ്ട്, ചങ്കില പാസ്. ആ ചങ്കില പാസിൽ വെച്ചിട്ട് ശ്വാസത്തിന്റെ പ്രശ്നം വരും. ചങ്കലാശേഷി കഴിഞ്ഞിട്ടോ എല്ലാരോടും ഉറങ്ങാവുള്ളെന്ന് പറയണം അല്ലേ. ചങ്കല വെച്ചിരിക്കേണ്ടത് ഗൈസ് നോക്കൂ. അതേ സമയത്ത് തന്നെ വണ്ടിയുടെ എയറിനും കാര്യങ്ങൾക്കൊന്നും ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഏക ഇഷ്യൂ എന്ന് പറയുന്നത് ഇതുണ്ടോ, പെയിന്റുകൾ മൊത്തം പൊളിഞ്ഞു പോവാണ് ഇതുകൊണ്ട് എല്ലാ സ്ഥലത്തും. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഇതിന്റെ അകത്ത് കുറച്ച് പെട്രോൾ ഉണ്ടോ, ഇതിനിപ്പോ ഇത്ര മതി കേട്ടോ, ഇതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതിന്റെ അകത്ത് ഫുൾ ഡീസലാണ്, അതിന്റെ അകത്ത് ഫുൾ ഡീസലാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ മൊത്തം ഉപയോഗിക്കാം. അവിടെ ഇരുന്നോട്ടോ മമ്മി. അമ്മിക്ക് കുഴപ്പമുണ്ടോ അവിടെ ഇരിക്കുന്നതില്? ഇല്ല. ഗൈസ് നോക്കൂ. അപ്പൊ രാത്രി തയ്യാറാണോ? പോയിരിക്കും. ഗൈസ് നോക്കൂ, നല്ല രീതിയിലുള്ള തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. എനിക്ക് പാൻസൊക്കെ മാറ്റണം. ഈ കാണുന്ന പാൻസിലൊന്നും ഇനി ഓർഡറിൽ നടക്കൂല കേട്ടോ. അപ്പം നല്ല തണുപ്പ് തുടങ്ങി. ആറേലും പിന്നെ ഇവിടുന്ന് മേടിച്ച് ഏതെങ്കിലും പാൻസ് കിട്ടണം കേട്ടോ. ഓ ലിബാമ ചേച്ചിലെ ചുണ്ടിന്റെ അതിന് തീരുമാനം കേട്ടോ. വലിക്കാനില്ല, സീറ്റില്ല. അപ്പൊ വലിക്കാൻ മറ്റേ സാധനം കൊടുക്കും. അപ്പൊ എടുത്ത് കുറ്റിപിടി ഉള്ളത്. അപ്പൊ ജനറേറ്റർ കളിക്കാൻ സാധനം കൊടുക്കാൻ അല്ലേ. അല്ലേ അപ്പൊ അനുസരണ കേട്ടോ. അമ്മ എന്നാ ചുണ്ടത്തേക്ക് ചുണ്ടൊക്കെ ഡ്രൈ ആയി. മമ്മിക്ക് സ്ട്രോബെറി വേണം, ഏതാ വേണ്ടേ? മനുഷ്യന്മാരത് വിചാരിക്കും ആൻസാന്ന് അല്ലേ. അപ്പൊ ആൻസല്ല, അപ്പം കൂളാ. നോക്കൂ, ലിബിന് ഈ കാണുന്നത് തുറക്കണം. ഇതിനും കൂടെ പെട്രോൾ അടിക്കണം. പിന്നെ നന്നായിട്ട് ഞെക്കട താത്ര ഊമ്പി അല്ലല്ലോ, ആരോഗ്യമെല്ലാം പോയി. ഊമ്പിച്ചതല്ലേ എനിക്കറിയാം. ആരോഗ്യം പോയതാ. സമയത്ത് നമ്മുടെ ഇതിന്റെ അകത്ത് പെട്രോൾ അടിക്കുക കേട്ടോ. അതിനാ ബന്ധേ കപ്പടായേ പാത്ര ഊമ്പിയില്ലേ. അപ്പൊ നീ വണ്ടിക്കന്ന് വെറ്റ് മേടിച്ചു. ഞാൻ വെറ്റ് മേടിച്ചരാം. അടി ഒരു വെറ്റ് തന്നടി, ഒരു വെറ്റ് ഷൂ ഒന്ന്, ഒരു വെറ്റ് തന്നെ വെറ്റ് ഷൂ. അയ്യോ അമ്മയുടെ ചുണ്ടില് സ്ട്രോബെറി വേണോ? ഏത് പെണ്ടേ? അതൊന്നും പറ്റില്ല. അമ്മ സ്ട്രോബെറി തേക്കൂ. സ്ട്രോബെറി തേച്ചോ. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അതെ നമ്മള് പുറമ്പോക്ക. അമ്മ മാത്രം. അമ്മക്ക് എന്ത് വന്നാലും ഓക്കെ. അപ്പനോ കൊച്ചിനോ എന്റെ മരുമോക്കോ എന്ത് വന്നാലും നമ്മളെ ശ്രദ്ധിക്കാൻ. ഓ അപ്പൊ അവിടെ ഗ്യാപ്പിൽ സ്കോർ അടിക്കാനുള്ള പരിപാടിയാ അല്ലടാ. ഇത് വലിച്ചു നോക്കടാ. ഇത് എപ്പ എണീറ്റ് ഇന്ന് അടുത്ത സ്ഥലത്ത് എന്റെ കൊച്ചുണ്ടല്ലോ. ഞങ്ങളൊക്കെ പിന്നെ തായ്ലൻഡ് അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇത് ബുംബും വണ്ടി നോക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ ബുംബും മതിയായി അല്ലേ. ബുംബും പോകൂല അല്ലേ. അവർക്ക് ഏകദേശം മതിയായിട്ടോ. ജീവിതത്തിൽ വണ്ടിയൊക്കെ അറിയാലോ അല്ലേ. നോക്കൂ, ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചോണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഫ്ലാഗുകൾ വെഞ്ചരിക്കാൻ പറ്റില്ല, ഇന്ന് വെഞ്ചരിപ്പിക്കണം കേട്ടോ. മക്കളും എന്നാ വേണ്ടേ?
മക്കളിന്റെ മുഖം തുടച്ചു കൊടുത്താ വരാമേ. ഫ്രണ്ടിലും ബാക്കിലും ഫ്രണ്ടിലും ചുണ്ടിലൊക്കെ എന്തൊക്കെയോ ഇരിക്കുന്നു. വെറ്റ് വേണോ? വെറ്റെന്തിയെ? അല്ല മറ്റേ തിരിച്ചു കൊടുത്തോ? ഓ ഗൈസ് നോക്കൂ, ഇവനിപ്പം തന്നെ 11 ലിറ്റർ അടിച്ച് കയറ്റി കേട്ടോ. അപ്പനോ സ്ട്രോബെറി കൊടുക്കമ്മേ, സ്ട്രോബെറി അത് കൊടുക്ക്. ഓഫ്, അങ്ങനെ ഒരു തള്ള. സ്ട്രോബെറി എന്തിയെ? അതെ, സ്ട്രോബെറി എടുത്തടി ചുണ്ടത്ത് വെക്കുന്ന അപ്പന്. അയ്യോ അമ്മ, എന്റെ രണ്ടും ഉണ്ട്. രണ്ടും എനിക്ക് തിരിച്ചു തരണേ. അപ്പയ്ക്ക് അതുകൊണ്ട് സ്ട്രോബെറി വേണോ നീല വേണോ? അടിപൊളി തള്ളേത് കളഞ്ഞു താഴെ. എന്നാ വേണ്ടേ? നല്ല ചൊറിയണോ? ആർക്കെങ്കിലും വേണോ? എനിക്ക് വേണിച്ചില്ലേ? എനിക്ക് വേണ്ട, എനിക്ക് നല്ല ചൊറിച്ചിലുണ്ടോ. മമ്മി എവിടെയാ അമ്മ കൊണ്ട് കളഞ്ഞേ? അയ്യോ മമ്മി അത് എടുക്കട്ടെ. എന്നാ രണ്ടും എനിക്ക് തിരിച്ചു തരണേ. ഓ ഗൈസ് നോക്കൂ, ഏകദേശം എണ്ണ അടിച്ചു. പിന്നെ ബില്ല് കൊടുക്കൂലേ? വലിയ പൈസ ആയിട്ടില്ല. ഇത് എത്രയാടാ? അവിടുത്തെ എത്ര നോക്കിയായിരുന്നു? അടുത്ത 2586 രൂപ. ഇവിടുത്തെ എത്രയാ? 1100. भैया कितना है? 1700. 1700. ഗൈസ് നോക്കൂ, ഗൈസ് ഒരു പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം നേരെ മണാലി. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇതെന്നാ അത്? അതിനാ എത്രയാന്ന് ചോദിച്ചാ ടോട്ടല്? ഓക്കെ, മണാലിക്ക് ഇനി നമുക്ക് വേണ്ടത് 433 കിലോമീറ്റർ, 10 മണിക്കൂർ. നാളെ രാവിലെ 4:30 എത്തുന്നു. ഇല്ല, 7:30 എത്തുമ്പോ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ സമയം കേട്ടോ അല്ലേ? ഈ കാണുന്ന ഇവിടെ തന്നെ ഇത് പ്ലഗ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. അവിടെ ഫുള്ള് മഞ്ഞ. എനിക്കും താക്കോല് വന്നിട്ടില്ലേ? എവിടെ? ഓക്കെ. ഒന്ന് ഇറങ്ങി ഉറപ്പുവരുത്തടാ. ഒന്ന് ഉറപ്പുവരുത്തില്ല. ഇവനെപ്പം ഇതടിക്കാൻ പോയാലും ഈ കാണുന്ന സാധനം മറന്നു കൂട്ടോ. മമ്മി ഇനി ശ്വസന പ്രശ്നം ഇല്ലെന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഫുള്ള് മഞ്ഞ. വെയില് ഉണ്ടാവും, പക്ഷെ വലിയ അതില്ല. എന്നാ കാര്യം തന്നെ അന്വേഷിക്കുന്നേ? കാഡ്ബറി മൊത്തം ഉണ്ടല്ലോ മുഖത്ത്. സ്ട്രോബെറി വെച്ചോ? ലിബാമ സ്ട്രോബെറി വെച്ചോ? അയ്യോ, കല്ലു തുള്ളുവാണോ? ആണോ? എവിടെയാ? ഇതിന്റെ മെല്ലെ ബാഗാ, നീല ബാഗ്. നിനക്കെന്നെ പറ്റിയേ? അതേ പറഞ്ഞ പപ്പ ഇത് അങ്ങോട്ട് വെച്ചോ ബേക്കില്. ലിബിൻ ഇട്ട പോലത്തെ ഒരു പാൻസ് ഇടാതെ കാര്യം നടക്കൂല കേട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ജയോ ഫ്രണ്ടിലുണ്ട്. ജയോട് യാത്ര പറയണം, എന്നിട്ട് വേണം പോവാൻ വേണ്ടി. വർഷമിൽ പോകണ്ടെന്നാ തോന്നുന്നത്. അവിടെ ഇവിടെ വേറെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വൈഫ് അല്ലേ? ലിബിനെ ഇവിടുന്ന് അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു 100 കിലോമീറ്റർ കഴിഞ്ഞ പിന്നെ ഫുള്ള് ദുരന്ത വഴിയായിരിക്കും കേട്ടോ. എല്ലാം കയറി ഇറങ്ങി നമ്മുടെ ട്രൗസർ കൈ 250-300 കിലോമീറ്റർ എടുത്ത ഒരു പെട്രോൾ പമ്പ് കിട്ടുള്ളൂ. അത് ഓർക്കണം അല്ലേ? വായിൽ വെക്കാൻ ഒരു വെള്ളം പോലും കിട്ടൂല. ഇനി വെള്ളം മേടിക്കണ്ട, വെള്ളം മേടിക്കണം. ഇത് നിന്നാ കാക്കക്കൂട്ടി കല്ലിട്ടോ കുപ്പിവെള്ളം ഇഷ്ടം പോലെ. ഞങ്ങൾ കേരള ഹൗസ്, അതായത് ഇവിടെ കേരള ഹൗസ് എന്ന് പറഞ്ഞ സുധിയുടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അതിന് തൊട്ടടുത്ത് അല്ലേ ജയസാറും സുധിയും കൂടെ പ്രിൻസിപ്പലുള്ള സംഭവം കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ അതിന്റെ അടുത്തുള്ള ഞങ്ങൾ അതിന് തൊട്ടടുത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സുധി ഞങ്ങൾ കുറെ ഇവിടെ നമുക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുറെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. എന്നാ പറഞ്ഞേ? പുള്ളി ഇവിടെ ആട്ടോ ഞങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു. ഇതെന്നാ മോനെ ഈ സിൽക്കെല്ലാം ഇങ്ങനെ ഞാൻ കിടക്കണം. അപ്പൊ അത് നോക്കിയേ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ ഫീറ്റ് ഒക്കെ കയറാൻ പോണവരുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊണ്ട് കയറണമെങ്കിൽ നന്നായിരിക്കും അല്ലേ? കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും. നല്ല ആക്റ്റീവാ. ഇതെന്നെ പരിപാടി കണ്ട് ഞാൻ നിർത്തിയത് ഇതോണ്ടാ. കുഞ്ഞുമാവേ നോക്കൂ, ഇനിയിപ്പം ജയസാറിനോട് യാത്ര പറയണം. എന്തായാലും ഫുഡ് കഴിക്കണം. ഇനിയിപ്പം വഴിയിൽ നിർത്തലൊക്കെ ഭയങ്കര പാടായിരിക്കും. പിന്നെ പാൻസ് 7 പിന്നെ 13, 16, 16, 17, 18, 19, 20 ദിവസത്തിന്റെ അടുത്ത് നമ്മുടെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നു. ജയോ അല്ലേ? ജയോ എത്രയാണ്? ജയോനോട് ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണ്ണൂർ വന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ അവിടുന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് സുധിയുടെ വീട്
ഇടുക്കിയാണ്. അപ്പൊ അങ്ങോട്ട് പിന്നെ പോവാന്ന് പറഞ്ഞു. ഗൈസ് നോക്കും. പിന്നെ വേറൊരു കേസ് ഞാൻ പറയുന്നത്, ഇവിടുന്ന് എല്ലാം കഴിച്ച് എല്ലാം സെറ്റപ്പ് ആയിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടി. പാൻസ് മാറ്റണം, അങ്ങനെ എല്ലാം ചെയ്യണം അല്ലേ? ഗൈസ് നോക്കും. എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞ ചക്കാന്ന് പറയുമ്പോ കൊക്കെന്ന് പറയും. അപ്പൻ ഇനി ഇവനെങ്ങാനും വേറെ സെറ്റപ്പുകൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ അടിച്ചു. ആ ഇതെന്തിനാ കൊന്ത എത്തുന്നത്? എന്തെങ്കിലും മേടിക്കണ്ടോ? ജ്യൂസ് എന്തെങ്കിലും കാര്യം മേടിക്കണോ? എന്തെങ്കിലും മേടിക്കണോ? കുടിവെള്ളം വല്ലതും മേടിക്കണോ? അല്ലേ? ഇല്ലല്ലേ? ജയ പറ്റോട്ടോ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. വഴിമാറിപ്പോയി. നമ്മളിന്ന് താളം പറഞ്ഞാൽ വേറെ എവിടെയായിരുന്നു. ഇവിടെ 900 മീറ്റർ ഉണ്ട്, 700 മീറ്റർ ഉണ്ട്. ഇനി നമ്മുടെ ഒരു കൊല്ലത്തെ ഓർമ്മശക്തി അത്രേ. നമ്മൾ 900 മീറ്റർ മാറിപ്പോയിട്ടുള്ളൂ, നമ്മൾ ഓർക്കണം അല്ലേ? എന്നാലും ഉണ്ട് ബാക്കി, എന്നാലും ബാക്കിയുണ്ട്. ഇനിയിപ്പോ 700 കിലോമീറ്റർ, 700 അല്ലേ, 700 മീറ്റർ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു അല്ലേ പിന്നെ പോകണ്ടേ? ആണോ? നമ്മള് വേക്ക് ചെയ്തിട്ടായിരുന്നു പറഞ്ഞ അങ്ങോട്ടോ. നല്ല ഇതാ ജിയോ സാർ, ഇതാ ജിയോ സാറിന് എത്രയായിരുന്നു വീട്? അടുത്ത വീട് സാറിന്റെ. That friend house, right? No, right now in Albek I am uploading my SIM. आएगा प्रॉब्लम नहीं है ना? Okay. नहीं है ना, फ्रेंड का घर में जाएगा. Okay. And any other maybe in Albek also we can get Wi-Fi. Chance. Little chance. So there no work in Leh, right? Okay. Leh no work. No work sir. Okay sir. വർത്താനം പറയായിരുന്നു. വഴിയായിരുന്നു അന്ന് നമ്മൾ സുബിയുടെ കേരള ഹൗസിലേക്ക് പോയത്. നമ്മൾ ഇവിടുന്നല്ലേ വണ്ടി ചൂടാക്കിയിട്ട് ഇതിപ്പോ കറക്റ്റ് ലേ ടൗണിലേക്ക് നടക്കും. ആണോ? എന്തെങ്കിലും ജ്യൂസോ സാധനങ്ങൾ മേടിക്കണമെന്ന് പുള്ളി ചോദിച്ചത്. ആണോ? വെള്ളം വേണോ? അത് ഞാൻ ചോദിക്കുന്നത്. ആണോ? എന്റെ വെള്ളം എന്തിനും മേടിച്ചിട്ടവന് വഴിക്കെന്തിനും കുടുംബം എന്തിനും സംഭവിച്ചാലും നമുക്ക് ഭക്ഷണം വേണം. നീ ആണോ കൊച്ചിന്റെ തലയിലേക്ക് ബാക്കിക്കൊണ്ട് തോന്നിയ അതിന് അടി കിട്ടിയത് മൊത്തം അമ്പിക്കിട്ട്. എടാ മൈക്കിളെ എന്താ പരിപാടിയാണ് കാണിച്ചത്? അടിപൊളി. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് വണ്ടി നിർത്തി. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഡയമോക്സൈഡ് വെറുതെ മേടിച്ചു വെച്ചാൽ കേട്ടോ. പിന്നെ ലൂസ് മോഷന്റെ ഗുളിക വേറൊന്നും വേണ്ടല്ലോ. പിന്നെ ചാർജർ എവിടെ കിട്ടാം? അത് മറ്റേ ഇൻഷുറൻസ് ഉള്ളല്ലേ, അതുവഴി മേടിക്കാം. ഞങ്ങളുടെ എല്ലാ സാധനവും അടിച്ചു കേട്ടോ. എന്ത് ചെയ്യാനാ? അത് 2 എണ്ണം ഉണ്ടോ? 2 എണ്ണം ഉണ്ട്. ഇവിടെ കടല് കിട്ടും കേട്ടോ. 50 രൂപയുടെ കടല് മേടിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കരഞ്ഞു പോയതാ. ഇവന് വേണ്ടിയിട്ട് ചൂടാക്കി തരും. 50 रुपए का दे दो. 50 रुपए का दे दो. 50. हाँ नो സെപ്പറേറ്റ് വൈറസ് ആൻഡ് ഡയമോക്സൈഡ്. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഇവിടുന്ന് 50 രൂപയുടെ കടല്, 50 രൂപയുടെ കടല്. ഒരു സുഖം, മനസുഖം. അവൻ ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ചൂടാക്കി തരും. ഒരു കത്തിയിട്ട് ചൂടാകേണ്ട. കഴിഞ്ഞ ദിവസം എങ്ങനെ ശരിക്കും ചൂടാകേണ്ട. ഇത് കൊള്ളാം കേട്ടോ. ഇതും കൊള്ളാം. പിന്നെ അവിടെ സാധനം മേടിക്കും. നീ എന്നാ ഇവിടെ നിൽക്കും, ഞാൻ അവിടെ പോയിട്ട് വരാം. ഇവൻ അഴിമതി കാണിക്കും. ഗൈസ് ഞാൻ പോയി സാധനം മേടിച്ചു. സാർ കം, ഞങ്ങൾ പോയി സാധനം മേടിക്കട്ടെ. നോക്കൂ, ഫൈനലി ഈ കാണുന്ന കടയിൽ നിന്ന് ഞാൻ സാധനം മേടിച്ചു. ഇവിടുന്നാണ് ഞാനന്ന് സിറിഞ്ചും കാര്യങ്ങളൊക്കെ മേടിച്ചത്. അവിടെ നിന്ന് തന്നെ ഗുളികയും മേടിച്ചു. ഇവനെ കിട്ടിയോ? ഊമ്പല? ഊമ്പല എന്നാണ് ലിബിൻ പറയുന്നത്. ജയ സാർ ടെസ്റ്റ് കറു. താങ്ക് യു സർ. നമ്മൾ അല്ലേ തണുക്കണായിക്കൂടെ ലിബിനെ. ഗൈസ് ലേയിലെ ഏക ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലേനാ? ഗൈസ് ഈ കാണുന്നത് നോ പ്രൈവറ്റ്. കം ലെറ്റ്സ് ഗോ. ഗൈസ് നോക്കൂ, പോവാട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ചു. കടലയും മേടിച്ചു കേട്ടോ. എന്നാ 2 കൈ പിടിച്ചു. കടല വന്നു. എന്നാണ് പ്രശ്നം? കടല വന്നു തിരിഞ്ഞു നോക്കി നോക്കിയേ. നിങ്ങൾ പോന്നപ്പം കറന്ന് കാറി പോരാനാ ഞാൻ പറഞ്ഞിങ്ങനെയുള്ള സ്ഥലത്തും കൊച്ചിങ്ങനെ വിടരുത്. നല്ല ശീലമാണ്. പപ്പയ്ക്ക് കടല വേണ്ട, പോവാ.
ഗൈസ് ഞാൻ ഇനി നേരെ ജയയുടെ ബൈക്കിലൂടെ പോട്ടോ. ഓ ഗൈസ് നോക്കൂ, കുറെ ദിവസം കറങ്ങി നടന്ന ലേ ടൗണിനോട് വിട പറഞ്ഞ് നമ്മളങ്ങനെ 7 മണിയായപ്പോ ഒരു മനുഷ്യല്ല കേട്ടോ. ഇതാണ് സെൻട്രൽ പെട്രോൾ പമ്പ്. പിന്നെ ഒരെണ്ണം ലാസ്റ്റ് HP ഉണ്ട് കേട്ടോ. അതായത് 7 മണിയായപ്പോ ഏകദേശം കഥാകുതിയായി അല്ലേ. നേരെ പോകുന്നത് ശ്രീനാഥിനുള്ള റൂട്ടും നേരെ നമ്മൾ നിർവഹിക്കുന്നല്ല മെല്ലി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി കേട്ടോ. ഇതാണ് അൽബേക്ക്. ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ അല്ലേ. ലഡാക്കിലെ അൽബേക്കിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനുള്ള പരിപാടി കേട്ടോ. നെയ്യ് അങ്ങനെ അൽബേക്കിന്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഇതേ ഉള്ളൂ കേട്ടോ, വേറെ സംഭവം കാരണം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഡാറ്റ അത്ര സ്പീഡല്ല. ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് കയറിയത്. അതായത് അപ്പനോടും അമ്മയോടും വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഇത് ഐസാട്ടോ. ഇതുണ്ടോ, ഈ കാണുന്ന ഐസാണ്. ഇവരിവിടെ തുടച്ചതിന്റെ ബാക്കി പത്രമൊക്കെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നേ. ഹായ് ഹായ് കം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മൈക്കിൾ. നോക്കൂ, അപ്പൊ ശ്രദ്ധിക്കണോന്ന്. എന്നാ ഇത് മഞ്ഞ, ഇത് ഐസാട്ടോ. ഓക്കെ, എവിടെയാ ഇതെന്നായി പോകുന്നത്? ഇതെന്നെ കാണിക്കുന്നത്? എവിടെയാ അടയ്ക്കാത്ത? വണ്ടി അടച്ചോ ഇല്ലേ എന്നുള്ള ഉറപ്പ് വരുത്തണം കേട്ടോ. എവിടെയാണ് അടയ്ക്കാത്ത? എല്ലാരും കേറിയില്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം കേറുന്നു. കം കം ഹായ് ഹായ് കമാൻ. നമ്മളിനി ഇവിടെ നിന്ന് ഇങ്ങനെ താളം പറഞ്ഞ ഇത് അടച്ചു പോട്ടാ. പുഷ്. ഓ ഒള്ളി ദാറ്റ് സൈഡ്. ഓ എവിടെ ഇരിക്കടാ? അത് ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ. വൈഫൈയുടെ പാസ്വേഡ് മേടിച്ച് ഞങ്ങളുടെ മെയിൻ പരിപാടി കേട്ടോ. വൈഫൈ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ കയറും. നമുക്ക് വൈഫൈ നീ എന്നാ പറഞ്ഞ എനിക്ക് പോലും മനസ്സിലായില്ല. ഇത് പുതിയ ഭാഷ അല്ലേ? നമുക്ക് നേരെ അങ്ങോട്ട് കയറാം കേട്ടോ. വേറെ കാര്യമുണ്ട്. അപ്പൻ ആ കാണുന്ന സാധനം വലിയ പൂവാന്ന് പറഞ്ഞ് പോവാ. ഞാൻ അപ്പനോട് പ്ലാസ്റ്റിക് ആണ് സമ്മതിക്കുന്നില്ല. പുള്ളി അതിന്റെ വിത്ത് പുള്ളി ചിലപ്പോ ഒപ്പിക്കാൻ പോട്ടോ. അപ്പൊ അതിന്റെ വിത്ത് കിട്ടത്തൊന്നുമില്ല. കണക്റ്റഡ്. താങ്ക് യു. ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോട്ടോ. പക്ഷെ ഇന്നത്തെ വീഡിയോയുടെ പേരെന്നായിരുന്നു? ഞാൻ എന്നാ വീഡിയോ നോക്കൂ. ഒന്നും അറിയില്ലെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ബിസിനസ് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? അല്ല നീ ഒന്ന് അല്ലേ പിന്നെ ഒന്നും അറിയില്ലെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഈ മനുഷ്യന് തന്നെ പറ്റി എനിക്കറിയത്തില്ല കേട്ടോ. മമ്മി അല്ലല്ലേ മമ്മി ഞങ്ങക്ക് അസംബിൾ ചെയ്ത് മമ്മിയുടെ കാതിലെ കമ്മല് വിട്ടിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ മേടിക്കും. പക്ഷെ അത് ഇഞ്ചപ്പുക്കലിയാക്കി കേട്ടോ. മൊത്തം ഞാനത് സ്പീക്കർ പരമായിട്ട് മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ചെയ്ത് കുളമായിപ്പോയി അല്ലേ അമ്മ? അമ്മ പറഞ്ഞു ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഐഡിയയുടെ മറ്റേ സാധനം കുത്തുന്ന സാധനം അന്ന് മറ്റേ നെറ്റ് കിട്ടുന്ന മറ്റേ സാധനം അല്ലേ ഐഡിയയുടെ മറ്റേ MTLന്റെ മറ്റേ എയർടെലിന്റെ ഒക്കെ ബ്രോഡ്ബാൻഡ് ഇങ്ങനെ കുത്തുന്ന സാധനം കിട്ടും. സിം ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഞാനത് അല്ലേ ഗൈസ് നമുക്ക് ഫുഡ് കേട്ടോ. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. ഐ വിൽ ഗീവ്. ഓ വെറുതെ തമ്മി തള്ള കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. മൈക്കിളിനെ കാണിക്കുന്നേ എന്നാ കൊണ്ടോ. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്നാന്ന് വെച്ച് ചെയ്തു നീ? അതെല്ലാം കളയൂ കേട്ടോ. സാറിന് എന്നാന്ന് വെച്ചാൽ ചെയ്യാം. പാവം എന്റെ കൊച്ചിനെ ഈ ലിബിൻ പറ്റിക്കുക കേട്ടോ. പാവം. മമ്മിക്ക് എന്നാ വേണേ ബന്നിന്റെ അകത്ത് ചിക്കൻ വെച്ചോ? വേണ്ട മമ്മിക്ക് അത് വേണ്ട. ചിക്കൻ വറുത്ത്. പപ്പയ്ക്കോ? ഞാൻ പറഞ്ഞായിരുന്നു കോല് മാത്രം. ചായ കിട്ടുമോ? ചായ കിട്ടൂല. കട്ടൻ ചായ കിട്ടൂല. ചായ ഒന്നും ഇവിടെ കിട്ടൂല്ലോ. അത് വേറെ കടയിൽ നിന്ന് മേടിക്കാം. പോന്ന് മേടിക്കാം. ആരെയും പഠിപ്പിക്കുന്നത് മൈക്കിളെ? ആരെയും പഠിപ്പിക്കുന്നത് മൈക്കിൾ? ഞങ്ങളുടെ ചെറുക്കം പുറത്ത് കിടപ്പുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. അതേ സമയത്ത് ജയസാറിനോട് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. മണാലി റോഡ് അടച്ചിട്ട് അല്ല ഇത് പോകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ല എന്ന് ചോദിക്കാൻ. അല്ല പോയി ആരും വണ്ടി പോയി വന്നിട്ടുണ്ടോ അല്ലേ? മൈക്കിൾ എന്നാ ചെയ്യുന്നത്? എന്നടാ ഇതെന്നെ പരിപാടി? ഭയങ്കര ചിരിയാണല്ലോ. ചിക്കൻ തിന്നാനുള്ള പരിപാടി കേട്ടോ. എടി ഞാനത്തിനുള്ള കളിയാ. ഞങ്ങളുടെ സാധനം വന്നു കേട്ടോ. അതല്ലടാ ചിക്കൻ. ഓ ചിക്കൻ വന്നു. പിസ്സ വന്നു. ഒരു വെജ് പിസ്സ പറഞ്ഞായിരുന്നു. പിന്നെ 3 ബർഗർ. കാല് കട്ടിക്കാം വാ. എന്റെ കൊച്ചിന് എന്തെങ്കിലും കിട്ടുവോ? എന്റെ കൊച്ചിനെ എല്ലാരും പറ്റിക്കുവോ?
മമ്മ ഞാൻ വന്നു. ഒരു ഞാൻ ഇങ്ങോട്ടടി. ആ ഞാൻ വന്നു മോനെ. അമ്പോ ടേസ്റ്റി ചിക്കൻ. ഇതിൻ്റെ അകത്തന്നെ സംഭവം അറിയോ? ഇതിൻ്റെ അകത്ത് നല്ല സുഖിയോ മഹാരോഗമുണ്ട്. ഈ തണുപ്പത്ത് ഈ സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ? പിന്നെ എങ്ങനെയുണ്ട്? മമ്മിക്ക് കിട്ടിയോ? ആ മമ്മിക്ക് കിട്ടി കേട്ടോ. ഇതൊന്നും ഇവര് കഴിക്കില്ല. ഇവരെല്ലാം എല്ലാം ശീലമാക്കിച്ചു കേട്ടോ ഞാൻ. ആ നോർത്തെ നോർത്തെ എന്റെ മോനെ ആരും തരുന്നില്ല. എടി നോക്കിയടി, അപ്പന്റെ കാല് മൊത്തം പിടിച്ചു. അപ്പന്റെ കാല് മൊത്തം പിടിച്ചു. ഇതങ്ങനെയാ. അപ്പാപ്പന്റെ കാലിന് അത്ര സെറ്റപ്പ് ഇല്ല കേട്ടോ. അപ്പൊ ഇതെങ്ങനെ കഴിച്ചു കേട്ടോ? അപ്പാപ്പന്റെ കാലിന് സെറ്റപ്പ് ഉണ്ടോ? അല്ലേ? ഇവിടെ വൃത്തിയായിട്ടാണ് നീ വിളിച്ചു പറയുന്നത്. പക്ഷെ ഈ തണുപ്പത്തെ ടേസ്റ്റ് കേട്ടോ. ബർഗറുണ്ടോ? അങ്ങനെ കഴിച്ചില്ല. ഗുഡ്. വെജ് ആട്ടോ. പുള്ളിക്കാരി വെജ് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പൊ വെജ് പീസ് കേട്ടോ. അതിനകത്ത് മൈനസ് ഒന്നും തന്നില്ല എൻ്റെ വീട്ടില്. കൊച്ചിന് വെള്ളം കൊടുത്തേ. ആ സമയത്ത് അവന് വെള്ളം കൊടുക്കുക. മൊത്തത്തിലൊരു കാല് കൊടുക്കടി. പൊളിച്ചു കൈ കൊടുത്തു. കേട്ടോ. അടിപൊളി. മൈക്കിൾ നോ 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 സമ്മതിക്കല്ലോ കേട്ടോടാ. ബിസ് കഴിക്കട്ടെ കേട്ടോ. പോൺ വന്നു കേട്ടോ. ദിസ് ഇസ് ചിക്കൻ പോക്കോൺ. കഴിച്ചോ പോക്കോൺ. ഒരു സ്ട്രിപ്സ് വെക്കിയതാ. ആ ബർഗറും കഴിച്ചു നോക്കട്ടോ. നല്ലോണം നോക്കി. 200 രൂപയുടെ ബിഗ് ഡാഡി അവരുടെ. 200 രൂപ സാധനത്തിന് ബിഗ് ഡാഡി. 200 രൂപ കൊടുത്തിട്ടുള്ള ബിഗ് ഡാഡി 2 ബർഗർ പാറ്റി. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. പക്ഷെ ഉണ്ടല്ലോടി, ഇപ്പം പറയുന്ന മണാലി റോഡ് ക്ലോസ് ആണ്. കേരള ആയേगा बेटा നെക്സ്റ്റ് മന്ത് കേരള ആയേगा ना. ഗൈസ് നോക്കൂ, ഇവര് അടുത്ത മാസം കേരളത്തിൽ ഡിസംബറിൽ വരും. ഞങ്ങളെ മണാലിക്ക് ഈ റൂട്ടിൽ പോകാൻ പറ്റുമെന്ന് കൺഫേം വേണ്ടിയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലെ തിരിച്ച് ഈ റൂട്ടിൽ കൂടെ പോകണം കേട്ടോ. അതൊരു വലിയ പടലായിരിക്കും. കാർഗില് ക്ലോസ്. നോ ടെല്ലിംഗ്. ക്ലോസ്. നോട്ട് ദിസ് വേ ഐ എം റിസ്കിംഗ്. എനി പ്രോബ്ലം ആയേगा? No, they are not allowing you from Utsi. നമുക്ക് പറ്റിയല്ല. ഹലോ നോട്ട് അലൗഡ്. അതാണ് പണി. ശ്രീനഗർ. Wi-Fi to Wi-Fi is yes. I told my friend coming. He is waiting. അതൊരു വലിയ അടിയായി പോയല്ലോ ഭർത്താവേ. ഒന്ന വഴി ശ്രീനഗർ അതിലങ്ങനെ കൊണ്ടുവരും. അതില് റിസ്ക് ചെയ്താ പോവാൻ. പക്ഷെ ഇത് പോയാലും നമുക്ക് മണാലി എത്തായിരുന്നു. കുമ്പി മൈക്കിളെ ആ ഇതാ നല്ല വഴി. ഇപ്പൊ ഇറങ്ങിയ വഴി അതല്ല, നമ്മൾ അന്ന് വന്ന വഴി. അതാ നല്ല വഴി. ഇത് അത്ര പോരാ. അത് നോക്കിയപ്പോ 419 കിലോമീറ്റർ ചെയ്യുന്നു മണാലിയോ. പക്ഷെ നമുക്ക് പോകേണ്ട മണാലിയല്ലേ. പക്ഷെ നമുക്ക് മണാലിയല്ലേ പോകണ്ടേ. പുള്ളി ഓരോരുത്തരോടെ വിളിച്ചു ചോദിക്കാട്ടോ. എൻ്റെ അമ്മ, ഇതിൻ്റെ അകത്ത് നേരം പുക കണ്ണെരിഞ്ഞു പോകത്തോ വണ്ടിക്കകത്ത് വരുന്നത്. ലിവിൻ ഇത്ര നേരം വരുന്നുണ്ട്. അവൻ ബാത്റൂമിൽ പോയതാട്ടോ. അച്ഛാ കൺഫേം. അച്ഛാ he is saying on the now also it's snowing. अच्छा yeah when pass name Barala pass. Barala pass no സ്ഥലത്താണ് ഇപ്പോ snowfall. Because this is all the travel agency group, so they give good information because they all say
He's saying, Ibn sir, if you take risk, they are already closed. By chance, this side also snow, then bus stuck. So big issue. Oh, No risk. Oh. How? Yeah, ठीक है Qasim. Okay. നടക്കൂലടി. ഒരു രക്ഷയില്ല. താക്കോല് വേണോ? എന്തിനാ? ഇതിലേ കയറ്, എന്റെ ഡോർ വഴി. ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഈ വിളിച്ച പുള്ളി Confirm നോക്കാല്ലേ? ഇപ്പൊ അറിയാം പോവാൻ പറ്റില്ല. Thank you. ബറാലാച്ചാ മനോ കറകിലൂടെ എന്നെ കൊണ്ടുവരും. കാണിക് അത് തന്നെ എനിക്ക് Man, തോന്നുന്നു. Srinagarla. Ole. Zamskar ni ang mana lele benok pala ka. നടക്കൂല. We did the right decision. If you went there. എടാ സംസ്കാർ വഴി അന്ന് പോയപ്പോ നമുക്ക് മണാലിക്ക് തന്നെ റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഓർക്കണമെന്നുണ്ടോ? പക്ഷെ സംസ്കാർ നമ്മളന്ന് കയറി വന്ന വഴി അത് പോകുന്നത് ഭയങ്കര പാടാ അല്ലേ? നമ്മളന്ന് പോയതല്ലേ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കി? സംസ്കാറിന് ഇവിടുന്ന് 200 സംതിങ് ഉണ്ട്. അവിടുന്ന് അറിയത്തില്ല, അത് നോക്കണം. സംസ്കാർ വാലി ടു how much kilometer? Zamskar Valley to Manali. എത്ര പാസും നമ്മൾ അന്ന് കയറിയ റിസ്ക് റോഡ് മൊത്തം രാത്രി ഓടിക്കണ്ടേ? അവിടെയാന്ന് രസമല്ലല്ലോ. കിലോമീറ്റർ നോക്കാം. കാര്യമില്ല. നോ ഐ വിൽ ദാറ്റ് വേസ് റണ്ണിങ് പഹലെ. Yes. Very danger route. Yeah, road is not good. No good. Okay, Jay sir, I am return go to Srinagar. Then Today go to rest or Manali. you want to go? Today's go. Oh yes. Yeah. Because today if you reach Kargil, tomorrow cross Sajila. then good. Otherwise it will open till December. But if snowfall, 1 week close because army will clear the. So here also risk. ഈ റോഡും പൂട്ടുന്നു പറഞ്ഞ പോയേക്കാം. Okay, meet again. I will call you. Okay, keep touch. Okay, see you Kerala. Okay. പോട്ടോ. ഇല്ല, പണി നടക്കൂല. പണി പാളു കേട്ടോ. അതിൽ തന്നെ കാശ്മീർ വഴി പോവാ. ടാറ്റാ. ലിവിനോട് ടാറ്റ പറയാൻ പോയി. ടാറ്റാ. അതെ, അവിടെ ടാറ്റ പറയുന്നു. ടാറ്റാ. നമ്മൾ വെറുതെ എണ്ണ മേടിച്ചല്ലോ. ഈ എണ്ണയൊക്കെ വെറുതെ മേടിച്ചല്ലോ. ഓ, അവിടെ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ചോദിക്കണോ ഈ റൂട്ട്? ഇപ്പോഴും സ്നോഫോൾ ചെയ്തോണ്ടിരിക്കാന്ന് പറയുന്നത്. ടാറ്റാ. ഓക്കെ മീറ്റ് അഗൈൻ. ലിവിന അല്ല, ഈ പ്രാവശ്യം വണ്ടിയെടുത്ത് ബന്ധയിലാക്കിയെന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പം കേറി പോയിട്ടുണ്ടെങ്കിലും അവിടെ ഇപ്പൊ ഹെവി സ്നോബോൾ വീണോണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ക്രോസ് ചെയ്യാൻ പറ്റില്ലേ? ബേക്കിലും വീഴും, ഫ്രണ്ടിലും വീഴും. അന്നപ്പോ നമ്മൾ എന്നാ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പോവാണ്. ഞങ്ങളെ നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എങ്ങനെയാവും എന്താവും എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചെയിൻ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും കഴുത്തേലെ ഒഴിയാ മതി അല്ലേ? ചെയ്യുന്നുണ്ട്. എന്താ വേണ്ട? എല്ലാ സാധനവും ഉണ്ട്. നോക്കൂ, ഞങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് തീരുമാനിക്കാം. അല്ലേ ലിവിന? എന്തെങ്കിലും ഉണ്ടല്ലേ പകുതിക്ക് തടയൂലോ. അല്ലെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. നാളെ സംസ്കാരം പോവാ. സംസ്കാരം പോകുന്ന കാര്യം എന്താ? അയ്യോ, സംസാരിക്കില്ലേ? സംസ്കാരത്ത് പിന്നെ നമുക്ക് മണാലിക്ക് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ പറ്റുമോ? സംസാരിക്ക് 250 കിലോമീറ്റർ ഉള്ളൂ. പെട്രോൾ പമ്പിൽ ഒന്ന് ആസ്ക് ചെയ്താലോ? അല്ലേ, ഇങ്ങോട്ടുള്ള പെട്രോൾ പമ്പ് അല്ലേ? ചോദിച്ചു നോക്കിയവരെ. Now is Manali road is closed. Manali road is closed or open? Yeah. This now is open. Bande open. Problem नहीं है ना? कोई आदमी के लिए नहीं पता है वो ओपन और बंद है. अच्छा, ओके, थैंक यू. मैं जाएगा वही रास्ता. ओके, थैंक यू. പോകുന്ന
അടുത്ത ലോറി കൂടെ തടഞ്ഞാൽ മതി ഇവിടെ. ലോറി കൊണ്ട് തടഞ്ഞു ചോദിക്കാം. കാര്യം പറ്റിയിട്ടോ? സാധാരണ വലിയ സാധനമല്ല കിട്ടിയ. ആ പക്ഷെ നമുക്ക് അങ്ങനെ ആയിട്ടിട്ട് കാര്യമില്ല ഇവിടെ. അത് ഏറ് കയറുള്ളൂ. ഇവിടുന്ന് ഏറ് വരുന്നത്. ആ അതേപ്പം നമുക്ക് അടയ്ക്കണ്ടേ? അപ്പൊ ഈ സൈഡ് ഏറ് വരൂലേ? ഏത് ഇതാ ചെറുതല്ലേ? ആ എങ്ങനെ ആക്കിയാലോ? നേരെ ഇട്. പക്ഷെ അതിന് വലിയ വലിപ്പമില്ലടാ. അങ്ങനെ ഇട്. ഇങ്ങനെയാകുമ്പോ കുറയും. അങ്ങനെയാകുമ്പോ കുറയും. ഉറപ്പാ? ഇങ്ങനെയാക്കാനാ? ആ എല്ലാമോ അറിയില്ല കേട്ടോ. എല്ലാം അറിയില്ല. ആ വേണ്ട വേണ്ട, കഷ്ണം തുണി വേണം. നല്ല കട്ടിയുള്ള തുണി വരാമോ? പുതപ്പല്ലോ. ആ ബീഗ് ഇട്ടാക്കി സാധനം. ആ ബീഗ് ഇട്ടാക്കി സാധനം. ഇത് കെട്ടണം കേട്ടോ. ഉടക്കത്തെ തണുപ്പാണ്. അവിടെ വണ്ടി പോകുന്നുണ്ടെന്നാ പറയുന്നത്. പോകാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബീഗിന് കൊടുത്തു കേട്ടോ. ഇനി അവന്റെ ഇല്ല ഇവനെ ബീഗ് ഇപ്പൊ ഇത് എടുക്കുന്നില്ല. കടിച്ചു പറി മാത്രമേ ഉള്ളൂ. രോമമാണല്ലോ പറ്റിപ്പോഴും. രണ്ടോ ഇവരെ രോമം പൊഴിയാൻ തുടങ്ങി തണുപ്പായതുകൊണ്ട്. ഷെഡായി. നമ്മുടെ കോട്ടൊക്കെ ഒന്ന് കുറഞ്ഞു നോക്കി. വലിയ ഷെഡായിരിക്കും. ആ രണ്ടെങ്കിലും ഇട്ടാക്കുക. മതി പോയി അടയ്ക്കാൻ പറഞ്ഞേ. പൂട്ടിക്കോ പൂട്ടിക്കോ. കാര്യം ഇതെന്നാന്ന് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിനും സേഫാണ്, എല്ലാത്തും സേഫ് അല്ലേ. ലൈറ്റ് 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 പൊക്കാൻ പറഞ്ഞേ. അതിന്റെ ഇടയിലോട്ട് ഏറ്റിവിട്ടാ മതി. ഉള്ളിലോട്ട് ഏറ്റിവിടുവേ. കാണുന്ന വഴിയിൽ വലിയ ആളും സംഭവമൊന്നും ഇല്ല. പക്ഷെ അതിനാ പെട്രോൾ പമ്പ് ചോദിച്ചാൽ പറഞ്ഞ കുറെ വണ്ടി പോയിട്ടുണ്ട് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ എന്റെ ഒരു ഉറപ്പെന്ന് വെച്ചാല് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗൂഗിൾ മാപ്പിന്റെ റോഡ് ക്ലോസ് എന്ന് കാണിക്കും അല്ലേ? ആ വിശ്വാസം അത് തന്നെയാ. വിശ്വാസത്തില ഞാനും. അല്ലേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ഫ്രണ്ട് റോഡ് വണ്ടി അറിയൂലേ? അല്ലേ? अच्छा अब किधर से आएगा? मनाली है ना? अच्छा अच्छा हाँ अच्छा करू. अच्छा अच्छा मैं करू में जाएगा. എന്നാ പറഞ്ഞേ? करू चलते पुलिस वाले भी रोड ओपन है. अच्छा किधर है? करू है ना? करू भी है ना? उधर पूछेगा क्या आएगा? मैं मनाली. अच्छा മണാലിക്ക് പോകുന്ന ലാസ്റ്റ് പെട്രോൾ പമ്പാണ് ഈ പെട്രോൾ പമ്പ്. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ആസ്ക് ചെയ്താലോ? ഇവിടെ ചോദിച്ചു നോക്കാം. ആരുമില്ലല്ലോ. രണ്ട് പട്ടി മാത്രമുണ്ട്, വേറെ ആരുമില്ല ഇവിടെ. അവനോടും ചോദിച്ചോടാ. എന്നടാ कल इधर गाड़ी आएगा. आज इधर गाड़ी आएगा. ഗൈസ് നോക്കൂ, ഞങ്ങളിപ്പോ ലാസ്റ്റ് പെട്രോൾ പമ്പാണ് കാണുന്നത്. പെട്രോൾ പമ്പ് പിന്നെ മണാലിയിൽ ഇനി പെട്രോൾ പമ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ അവൻ പറഞ്ഞത് വേറൊരു കാര്യമുണ്ട്. ഞാനിപ്പം ചോദിച്ചിട്ട് പറഞ്ഞ രാവിലെ ഇങ്ങോട്ട് വണ്ടി വന്നായിരുന്നാ പറഞ്ഞേ. അങ്ങനെയാണേല് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ ഇപ്പൊ പിടിച്ചിടും. പിടിച്ചിട്ടിട്ട് രാവിലെ ആസ്ക് ചെയ്തിട്ട് നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. മണാലി റോഡ് ഈസ് ഓപ്പൺ. മണാലി റോഡ് ഈസ് ഓപ്പൺ. ओपन है. गाड़ी नहीं जाएगा. मेरे को एक ये में एक आदमी बोलेगा वो रोड बंद है बट जाएगा. कौन उसमें जाएगा बोलेगा. അല്ലെ വിടൂല. ഇതാണ് പോകേണ്ട വഴി. നമുക്ക് ലിബിനെ ആ കാണുന്ന അവിടെ പോലീസുകാരുണ്ട് കേട്ടോ. അവരോട് പോയി ചോദിക്കുവാണ് എന്തേലും നടക്കുമോ എന്നുള്ളത്. ചെയ്യത്തിനോട് കേട്ടോ. വിട്ട നല്ലതാ കേട്ടോ. വിട്ടില്ല നമ്മള് പെട്ടുപോകും. 50 രൂപ മൊത്തത്തിൽ ക്ലോസ് ആക്കി. അത് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് സോജി നടക്കാൻ പറ്റുമെങ്കിൽ കടന്നു. അത് നാളെ പൂട്ടുന്നു. അത് പൂട്ടുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഉറപ്പുള്ളൂ. ഇതിപ്പം എന്താണ് സംഭവിക്കുന്നത്? സോജിലെ കിടക്കണമെന്ന് അവര് പറയുന്നത് അല്ലേ? സോജിലേയും പൂട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. മനസ്സിനൊക്കെ ഒരു സന്തോഷമായി അല്ലേ ഇവിടെ? അല്ല ഇപ്പൊ നമ്മൾ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെ പറയും അവിടെ തുറന്നേ നമുക്ക് അതിലേ പോവായിരുന്നു അതിലേ പോവായിരുന്നു.
അപ്പൊ നമുക്ക് മനസ്സിലായതാനും കുഴപ്പമില്ല, സമാധാനത്തിൽ പോവാം. പോലീസുകാർ വിട്ടില്ല, ഞങ്ങൾ പല നമ്പറും പ്രയോഗിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ 1000 കിലോമീറ്റർ കേരളത്തിലോട്ട് കൂടുതലാണ് പുള്ളിക്കാരൻ കുഴപ്പമില്ല, നീ രാത്രി ഓടിച്ചാൽ മതി, 1000 കിലോമീറ്റർ പിടിക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ നേരെ കാർഗിൽ പോവാ. കാർഗിൽ പാസ് നാളെ രാവിലെ ക്രോസ് ചെയ്താൽ പോരെ, ഇല്ല രാവിലെ പാസ് ചെയ്താൽ പോരെ, ഇവിടെ സോച്ചിലെ രാവിലെ പാസ് ചെയ്താൽ പോരെ. കാർഗിൽ കഴിഞ്ഞ എന്തൊരു കിലോമീറ്റർ ഉണ്ടായിരുന്നു സോച്ചിലേക്ക് സംതിങ് 200 കിലോമീറ്റർ ഇൻ ബാക്ക്. ഇനിയിപ്പം നിരന്തരം വഴിക്കോളായിരിക്കും കേട്ടോ. അവിടുത്തെ പോലീസുകാർ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 1000 കിലോമീറ്റർ കൂടുതൽ ഓടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് 1000 കിലോമീറ്റർ കൂടുതൽ ഓടുന്നതാണോ, നിനക്ക് 6 മാസം അതിന്റെ മേളിൽ കിടക്കുന്നതാണോ തുല്യെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ റൂട്ടിൽ കൂടെ തന്നെ പോവാന്ന്. അല്ലേ ഞാൻ പറഞ്ഞപ്പോ ഈ റൂട്ടിൽ കൂടെ തിരിച്ചു പോവാന്ന് പറഞ്ഞു. നമ്മളോട് അവിടുന്ന് പറഞ്ഞ സംഭവം, അതായത് വണ്ടി അവിടെ ഇടേണ്ടി വരും. പിന്നെ എന്നാണോ മാറ്റുന്നത് അന്നേ നമുക്ക് പോവാൻ പറ്റുള്ളൂ. അങ്ങനെ മാറ്റൂല. ഫൈനലി നമ്മൾ അങ്ങനെ എവിടെ എത്തി? വീണ്ടും നമ്മൾ തിരിച്ചെത്തി. നമ്മൾ ഫൈനലി വീണ്ടും നമ്മൾ ലേ ടൗണിലെത്തി. നമുക്ക് ആദ്യം പോയിട്ട് ഒരു അസിഡിറ്റിക്കുള്ള മരുന്ന് മേടിക്കല്ലേ പിന്നെ? നല്ല സാധനമാണ് അവിടുത്തെ അല്ലേ? അയ്യോ ഭയങ്കര ഇതൊക്കെയോ നെഞ്ചെറിയുമ്പോ ഭയങ്കര അസ്വസ്ഥ. എനിക്ക് തോന്നുന്നത് ചിക്കൻ പഴയതും കണ്ടായിരുന്നു. അതിനാ ഇവിടെ പോലീസുകാരുണ്ടല്ലോ ഇഷ്ടം പോലെ മടിയും പിടിച്ച്. മെഡിക്കൽ ഷോപ്പില്ല കേട്ടോ, നേരെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുന്നത്. 24 hour ഉണ്ട്. ഇതല്ലേ അവിടെ ഒരെണ്ണമുണ്ട്. നിനക്കുണ്ടോ? ആണോ? പപ്പയ്ക്ക് വല്ലതും വേണോ? പപ്പയ്ക്ക് വരുന്നല്ലോ വേണോ? ഓ ഛർദിയാ, അടിപൊളി. അപ്പൊ സൂപ്പർ ഛർദി കേട്ടോ. ഞാൻ പോട്ടെ അസിഡിറ്റിയുടെ മരുന്ന് മേടിക്കട്ടെ, ഒരു രക്ഷയില്ല കേട്ടോ, നെഞ്ചരിഞ്ഞാവുകയാണ്. പിന്നെ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ പട്ടികളൊക്കെ ഭയങ്കര ഡേഞ്ചറാട്ടോ. ഫൈനലി സാധനം കിട്ടി കേട്ടോ. ഈ കാണുന്ന വോമിറ്റിങ്ങിന്റെ സാധനം അല്ല, സോറി, ഈ കാണുന്ന ഈ കാണുന്ന ഇതിന്റെ സാധനം ഇത് വോമിറ്റിങ്ങിനും കഴിക്കാന്നുണ്ടോ പറഞ്ഞു. രണ്ടും കിട്ടി. പടപട അടി തന്നെ. പപ്പ ആ ഛർദിയുടെ ഗുളിയുണ്ട്. ഇത് രണ്ടും കൂടെയാ. ഇത് ഇതിന്റെ കൂടെയാ. ഈ സാധനം അല്ലേ ഇവനെ മണം വരും കേട്ടോ. നെഞ്ചരിച്ചിന് വേറൊരു സാധനം കിട്ടും. ഇതല്ല, പിന്നെ ഇതല്ല, ഇതാന്ന്. ഇതെനിക്ക് പണ്ട് ഇതേപോലെ വന്നിട്ട് ഞാൻ ഇത് മേടിച്ച് കുടിച്ച് കൊടുത്തില്ല, ലാസ്റ്റ് ഗുളിക മേടിച്ച് കുടിച്ചത്. അതിതാ സിപ്ല. അപ്പൊ ഛർദിക്കാനും അത് രണ്ടിനും കൂടെ ഉള്ള ഇത്, ആണോ? രണ്ടും കൂടെ ഉള്ള സാധനം സിപ്ല. നിനക്ക് വേണ്ടോ എന്തേലും? പെട്ടുപോയല്ലേ? നിനക്കാ? ആണോ? മൈക്കിളിനോ? ലിബിനത് 1.5 അടിക്കുന്ന പോലെ അടിക്കുന്നത്. ലിബിന് റമ്മൊന്നും അല്ല ഇത്. ലിബിനത് കാട്ടറമ്മ കിട്ടിയാലോട്ടോ അടിക്കുന്നത്. പപ്പേ ഒരു വെള്ളം എടുത്ത് തന്നെ. അപ്പനെ ഇത് കുടിച്ചു. അമ്മയ്ക്ക് വേണോ തലവേന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓ ചെറിയാണല്ലോ അതിന്റെ അടുത്ത്. ഇത് ഇതിന്റെ ഒമ്മന്റെ ഇത് ഛർദിക്കാൻ വരുന്നതിന്റെ എല്ലാത്തിനും കൂടെയാ. കുടിച്ചോ? ഒരു ചിക്കൻ കാരണം എന്നൊക്കെയാണോ സാധനം അല്ലേ? ആ വഴിയെ നമ്മള് പോയത് എന്നെ ഞാന് എനിക്കിങ്ങനെ ഭയങ്കര ഇത് വരുവാ. ആണോ? വൊമിറ്റിംഗ് അല്ല, ഇങ്ങനെ ഗ്യാസ് പോലെ ഇങ്ങനെ വരുവാ വായിക്കൂടെ. ഒരു വെള്ളം താപ്പ അമ്മ കെനലി എന്നമ്മേ അവിടെയോ? ഞാൻ മാറ്റി നിർത്തി തരാം, ദൈവത്തെ വിളിച്ചാക്കരുത്. അപ്പൊ ഒഴിക്കരുത്. പട്ടി എല്ലാം കൊണ്ടും പോകും. ഈ കാണുന്ന സിപ്ലർ അപ്പം കൂടെ ഒഴിച്ച് അപ്പൊ കഴിക്കപ്പാ. വെറുതെ സ്വാ കാണിക്കില്ലോ പറഞ്ഞു. ആ കഴിക്കോ, ഛർദിയാവല്ലോ, ഒന്നും കഴിക്കുമല്ലോ. നീ കഴിക്കാം. ഞാൻ മേടിക്കുന്നല്ലോ, നിനക്കൊന്നുമില്ല പറഞ്ഞു. എന്നാ അങ്ങനെ ഒരു അടി കുറച്ച് ഉറക്കം വരുമോ? എന്നാ ഉറക്കം എതിലെങ്കിലും പോയിട്ടുണ്ട് എന്നെ മൂക്കിക്കൂടി അടിക്കുന്ന. അതില് കെയിലൊക്കെ പോട്ടെ, കുടിക്കുന്ന സാധനം എടാ ഇത് ഇതിനായിരുന്നു കുടിക്കണ്ടേ. ആണോ? നീ മറ്റേ പൈന്റ് കിട്ടിയല്ലോ അടിച്ചു തീർത്തല്ലേ. അങ്ങനെ തന്നെ കുടിച്ചോന്നേ. അപ്പാ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങി വരട്ടല്ലേ അല്ലേ? അല്ല കഞ്ഞിയാനും കുടിച്ചാൽ പോരായിരുന്നു. മതിയായിരുന്നു. നേരെ പോവാ. പോയേക്കാം. നമ്മുടെ ചോറിന്റെ തിരിപ്പില്ലടി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ലേയോട് യാത്ര പറഞ്ഞ ശ്രീനഗർ ഭാഗത്തോട്ട് നമ്മൾ യാത്ര ചെയ്യാം. രണ്ടാമത്തെ വട്ടമാണ് നമ്മള് യാത്ര പറയാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ വട്ടമാണ് യാത്ര പറയുന്നത് അല്ലേ? പച്ചക്കറി വന്നേ റോഡില്ലാതെ ശ്രീനഗറിന്നായിരിക്കും. പെട്ടെന്നൊരു വണ്ടി പറഞ്ഞു. അയ്യോ ജിപ്സിയാ. ജിപ്സി അല്ലടോ, ഇന്നോവ. ഇപ്പൊ മറിച്ചതേ ഉള്ളൂ. ആൾക്കാർക്ക് എന്ത്? സ്കോർപ്പിയോ? പുതിയ സ്കോർപ്പിയോ എന്നാ?
അതാരുമില്ലല്ലോ. ഇനി ഹെൽപ്പ് ചോദിച്ചേ. आपका गाड़ी क्या चाहिए, क्या प्रॉब्लम? ഇനി ഹെൽപ്പ് വേണോ? किधर जाने के लिए? आप किधर जाने के? अच्छा, എന്തിനു വേണമെന്ന് ചോദിച്ചു. आपको इन्हें चाहिए, इन्हें चाहिए, इन्हें चाहिए वाटर, इन्हें चाहिए. हाँ चाहिए, कुछ नहीं चाहिए. अच्छा, എന്ത് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. घूमने के लिए गाड़ी है, केरला वाला है. भूल हुआ तो അതാണല്ലോ ലിബിനെ പുള്ളി പറഞ്ഞത് രാവിലെ ആകാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ സ്കോർപ്പിയോ എന്നാ എന്നെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. പുള്ളി നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ഉബ്രയിലില്ലായിരുന്നു. എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. എഴുതിയപ്പോഴത്തേന് എനിക്കൊന്ന് അവിടുന്ന് വന്ന വണ്ടിയാണ്, അവന്റെ സ്ലിപ്പായി പോയതാ. മനസ്സിലായോ? ഈ സമയത്ത് നമ്മൾ പറ്റിയത് ഈ ഭോനഗ്രഹത്തിൽ അവർക്ക് കേട്ടോ. വണ്ടി സ്ട്രോങ് സംഭവിക്കണം കേട്ടോ. മറിഞ്ഞിട്ട് ഒന്നും പറ്റിയില്ല, ഗ്ലാസ് പോലും പൊട്ടിയിട്ടില്ല. നമ്മളങ്ങ് മേളിൽ പെട്ട് കഴിഞ്ഞപ്പോ ഇതാണ് നിമ്മു എന്ന് പറഞ്ഞ സ്ഥലം. മേളിൽ പെട്ട് കഴിഞ്ഞപ്പോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്ന ടൗൺ ആണ് ഈ ടൗൺ നിമ്മു. നിമ്മു അതായത് ഇത് കറക്റ്റ് അത് തന്നെ അത് തന്നെ ഗൈസ് നോക്കും. അതായത് 13 ദിവസം ഈ ഒരു ടൗണിൽ നിന്നാണ് നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ച് ഭക്ഷണമൊക്കെ വെച്ച ഈ സ്ഥലമാണ്. അതായത് നിമ്മു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, കുറെ കടകളുണ്ട്. പക്ഷെ ഇവിടുത്തെ പെട്രോൾ പമ്പ് 24 അല്ലേ ഇവര്? 24 അല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു കടയുണ്ട്, എല്ലാം പൂട്ടിപ്പോയാലേ പിന്നെ ഒന്നുമില്ല കേട്ടോ. പെട്രോൾ പമ്പ് 24 അല്ല. പിന്നെ ആർമിയുടെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ. 24 ഇവിടെ നിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് ഒരു 20 കിലോമീറ്റർ മേലേക്ക് നമ്മൾ കയറ്റി കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അന്ന് 13 ദിവസം കിടന്ന സ്ഥലം കിട്ടും കേട്ടോ. 13 ദിവസം നമ്മൾ കിടന്ന സ്ഥലം ഇതാണ്. ഇതാണ് സ്ഥലം. ആ രണ്ട് കല്ല് എന്റെ കല്ല് ഇതാ വണ്ടിക്ക് ബേക്ക് വെച്ച കല്ലിതാ. അതെ ഗൈസ് നോക്കൂ, അത് എയർഫോഴ്സിന്റെ അവിടെ 10-13 ദിവസം നമ്മളെ കിടന്ന സ്ഥലമായിട്ട് ഈ സ്ഥലം അല്ലേ. അത് ആ മലയൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ മഞ്ഞായി. അമ്മയെ നമ്മൾ ഇറങ്ങിപ്പോയില്ല, നമ്മൾ ട്രൗസർ കയറിപ്പോയില്ലോ. അത് ഇവിടെ ആറ്റിറ്റ്യൂഡ് കൂടുതലുള്ള സ്ഥലം കൂടി അല്ലേ ഇവിടെ. ഇത് 15,000 ഉണ്ടായത്, 13,000 15,000 ഉണ്ടായത്. 14,850 ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ആണോ?